റാണി, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എന്താ? വേണ്ട വേണ്ട. എന്നെ നിനക്കിഷ്ടമില്ലേ? ഇഷ്ടമാണ്. എല്ലാത്തിനും ഉപരി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷെ ഈ വിവാഹം നടക്കരുത്. റാണി, ഇഞ്ചക്ഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ മരുന്ന് ഇപ്പൊ തന്നെ വാങ്ങിക്കൊടുക്കണം. എന്നാ ഞാൻ വരട്ടെ. പണത്തിന് എന്ത് ചെയ്യും? മോളൊരു കാര്യം ചെയ്യും. ആ ചീട്ട് മാനേരെ കാണിച്ച് അച്ഛനൊരു 100 രൂപ കൂടി തരാൻ പറ. അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാൻ പറ. ഈ രാത്രിയില് അച്ഛ, ഞാൻ പോയിട്ട് വരും അച്ഛ. മാനേജർ സാറുണ്ടോ? സാറുണ്ടോ? വീട്ടിലാണ്. Yes, come in. അച്ഛന് കൂടുതലാണ്. ഓ, കാശ് വേണമായിരിക്കും. 100 രൂപ തരാൻ അച്ഛൻ പറഞ്ഞു. ഈ മരുന്ന് മേടിക്കാൻ 100 രൂപ പോരല്ലോ വെച്ച് ഒരു 200 രൂപയെങ്കിലും വേണം. നോക്കട്ടെ. ഉണ്ടല്ലോ. ദാദാ, പ്രിസ്ക്രിപ്ഷൻ വേണ്ടേ? അറിഞ്ഞു ചെയ്യുന്നതാണ് കുറ്റം, അറിയാതെ ചെയ്യുന്നത് കുറ്റമല്ല. നീ ഒരു കുറ്റവും ചെയ്തിട്ടില്ല റാണി. അവളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. ഐ ആം സാറ്റിസ്ഫൈഡ്. സുഖൂന് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധം. എനിക്കിഷ്ടമല്ല. ഇയാൾ ഏത് കാസ്റ്റാണെന്ന് പോലും അറിയില്ല. നിർബന്ധമില്ല. നമ്മൾ രണ്ടും 2 കാസ്റ്റല്ലേ. സ്വന്തം മകളുടെ കാര്യം വന്നപ്പോ അവൾക്കൊരു ജാതി നോട്ടം. ആട്ടെ, സുഖു ഈ ജാതിയിലും മതത്തിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. മിടുക്കൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ചില കീഴ്നടപ്പുകളൊക്കെ ഉണ്ട്. സുഖുവിന്റെ ഫാദറിനോട് വരാൻ പറഞ്ഞ് ഇന്ന് തന്നെ ഒരു അർജന്റ് ടെലിഗ്രാം കൊടുത്തു. ഫാദർ മുനിസിപ്പൽ ചെയർമാനാണെന്നല്ലേ പറഞ്ഞത്. ഫാദർ വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് സമയം നിശ്ചയിക്കാം. ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ സമ്മതിക്കുമെന്ന്. ഇന്ന് തന്നെ സുഖുവിന്റെ അച്ഛന് കത്തെഴുതണം. എന്തൊന്നും മിണ്ടാത്തേ? അച്ഛനെ വരുത്തുന്ന കാര്യമൊന്നും നടക്കില്ല. അതെന്താ? അച്ഛനതൊന്നും ഇഷ്ടപ്പെടില്ല. എന്റെ നാട് ഒരു ഗ്രാമമാണ്. പട്ടണത്തിലെ പെമ്പിള്ളേരോട് അച്ഛന് പുച്ഛമാണ്. എന്നും ഗ്രാമത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ മതി. അച്ഛന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും സാരമില്ല. സുഖു പറഞ്ഞ അച്ഛൻ കേൾക്കും. കേൾക്കില്ല പെണ്ണെ. അച്ഛനുമായി ആലോചിക്കുന്ന കാര്യം നടക്കില്ല. പിന്നെന്ത് ചെയ്യും? പിന്നെ എന്തോ ചെയ്യും? അന്നേ ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും നടക്കില്ലെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഊരേതും தெரியாது, ജാതി ഏതും தெரியாது. അങ്ങനെ ഒരുത്തിന് കല്യാണം ചെയ്തു കൊടുക്കാൻ എന്നെ എത്ര നിർബന്ധോ? കുഞ്ഞുങ്ങളുടെ ഇഷ്ടം നമ്മൾ നോക്കണ്ടേ ചേട്ടത്തി? ജനാർദ്ദൻ എന്നെ ഒരു കുറവ്. സുകുമാരൻ മിടുക്കനാ. നമ്മുടെ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ അവന് കഴിയും.
അണ്ണനും തങ്ങച്ച ഒരു സൈഡ് അങ്ങനെയല്ല. എന്റെ മോളുടെ സ്ഥിതി എന്താണെന്ന് ചേട്ടത്തിക്ക് അറിയില്ലേ? എന്തിനാ ശാർമളയും കൂടി വിഷമിപ്പിക്കുന്നത്? ഇതിൽ എന്നെ ഒരു വിഷമോ? എല്ലാം ചേട്ടന്റെയും ചേട്ടത്തിയുടെ ഇഷ്ടം. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ഓ, ഞാനതങ്ങ് മറന്നുപോയി. എന്റെ അമ്മയും പ്രേമവും ഒരുപോലെയാ, എല്ലാം മറക്കും. അതെ, എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന സമ്മാനം എവിടെ? എന്ത് സമ്മാനം? ഓർമ്മയില്ലേ പണ്ട് എന്നോട് പറഞ്ഞിരുന്നത്? അതെ അതെ അതെ, ഓർമ്മയുണ്ട്. ഇല്ല, ഞാൻ പറയാം. അന്ന് നമ്മൾ ആർട്ടംബോറിയത്തിൽ കണ്ടില്ലേ ആ മാർബിൾ പ്രതിമ? വീണ വായിക്കുന്ന മീര. ഓ, അതെ അതെ, ഓർമ്മയുണ്ട്. അത് തന്നെ. എപ്പോ കൊണ്ടുവരും? വൈകിട്ട്. ഇല്ല, എനിക്ക് ഇപ്പൊ വേണം. ഏയ്, പിണങ്ങാതെ. ഞാൻ പോയി ഇപ്പൊ തന്നെ വാങ്ങിച്ചുകൊണ്ടുവരാം. ശരി. ആ, വരൂ 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 വരൂ. അച്ഛൻ വന്നോ? വരുന്നുണ്ട്. പരസ്പര ധാരണയോടെ വിവാഹം കഴിക്കുക, അതാണ് ഭാവി ജീവിതത്തിന് നല്ലത്. എന്താ സുഗു, ശരിയല്ലേ? ഞാൻ അതിൽ വിശ്വസിക്കുന്നു. സുഗുവിന്റെ അച്ഛനും എന്റെ രീതികൾ ഇഷ്ടപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം. എന്റെ താല്പര്യങ്ങൾക്കൊന്നും അച്ഛൻ എതിര് നിൽക്കില്ല. എന്റെ അച്ഛൻ. നമസ്കാരം. നമസ്കാരം. ശങ്കരാടി ശങ്കുണ്ണിമേനൻ. ഓഹോ, ഇരിക്കൂ. മിസ്റ്റർ കുറുപ്പ് വിവരങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. നമ്മുടെ മക്കൾ തമ്മിൽ അടുത്തു. ബുദ്ധിയുള്ളവർ അവരെ എതിർക്കില്ല. കാരണം രണ്ടുപേരും വിദ്യാഭ്യാസമുള്ളവരാണ്. എങ്ങനെ ജീവിക്കണമെന്ന് അവർക്കറിയാം. അപ്പോ നമ്മൾ അവരെ അനുകൂലിക്കല്ലേ വേണ്ടത്? മിസ്റ്റർ കുറുപ്പിന്റെ അഭിപ്രായം എന്താ? ശരിയാണ്. ഇതെന്റെ ഭാര്യ ദുർഗ. ഇതെന്റെ ഒരേ ഒരു മകൻ. അതാരാണ്? അച്ഛന്റെ ഓഫീസിലെ പ്യൂണിന്റെ പേരാണ്. അതെ അതെ. അപ്പൊ കല്യാണം നമ്മൾ തീരുമാനിക്കുന്നു. ഈ മാസം തന്നെ നടത്തണം. ഇനി നീട്ടിക്കൊണ്ട് പോകാം. ജനാർദ്ദന, ഈ സുഗുവിന്റെ അച്ഛൻ ശർമ്മയുടെ കല്യാണം തീരുമാനിക്കാൻ വന്നതാ. നമസ്കാരം. നമസ്കാരം. എന്നാ പിന്നെ അങ്ങനെ തന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് തീയതി നിശ്ചയിച്ചിട്ട് അറിയിക്കാം. എന്താ അത്ര ധൃതി? അല്പം ധൃതിയുണ്ട്. നാട്ടിൽ പോയിട്ട് ഓഫീസിൽ ചില കാര്യങ്ങളുണ്ട്. ശരി. അപ്പൊ ഞാൻ വരട്ടെ. എടോ പ്രൊഫസറെ, എന്തോ? തനിക്ക് മുനിസിപ്പൽ ചെയർമാനായ ജോലി കിട്ടിയതെന്നാ? ജനാർദ്ദന, അദ്ദേഹത്തോട് മര്യാദയ്ക്ക് സംസാരിക്കും. മര്യാദയോ? ഇവനോട്? ഇവന്റെ ശരിയായ രൂപം ഞാൻ കാണിച്ചു തരാം. മാവ, ഇവനാണ് പ്രൊഫസർ മാളവിയ. റോഡുകളെ കൈനോക്കി കിടക്കുന്ന തെണ്ടി. നീ ആരോടാണ് കളിച്ചെന്നറിയാമോ? അടിച്ചെന്റെ കൈയും കാര്യം ഓടിച്ചു കളയും. എന്നെ ഒന്നും ചെയ്യരുത്. ജീവിക്കാൻ വേണ്ടി പല ജോലി ഞാൻ നോക്കി. അവസാനം പട്ടിണിയായി. അപ്പോഴാണ് സാറ് വന്നിങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. 100 രൂപയും തന്ന്. കേട്ടില്ലേ കഥ? ഇറങ്ങി പോടാ ഇവിടുന്ന്. നിന്നെ ഇനി നാട്ടിൽ കണ്ടുപോരുത്. ഇത് വെച്ചോ. കണ്ടില്ലേ മരുമകന്റെ ഗുണങ്ങൾ? ഈ മീശ ആരുടെയെങ്കിലും മുഖത്തൊട്ടിച്ചിട്ട് മരുമകന്റെ അച്ഛനായി അഭിനയിക്കാൻ പറ. യോഗ്യനായി ലളിച്ച് നടക്കുന്നു. നിൽക്കവിടെ. നിന്നെ കുറിച്ച് എനിക്ക് വളരെ പ്രതീക്ഷകളുണ്ടായിരുന്നു. നീ ഒരു ജെന്റിൽമാനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അച്ഛനെ വിളിച്ചുകൊണ്ടുവരാൻ കഴിയില്ലായിരുന്നെങ്കിൽ നിനക്ക് എന്നോട് തുറന്നു പറയാമായിരുന്നു. അതായിരുന്നു ആണത്വം. പക്ഷെ ഇത്ര വില കുറഞ്ഞ രീതിയിൽ നീ പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അച്ഛാ, സുഗുവിന് മിണ്ടരുത്. ഇന്ന് നീ എന്നെ ചതിക്കാൻ ശ്രമിച്ചു. നാളെ നീ എന്റെ മകളെ ചതിക്കും. സോ യു ക്യാൻ ഗോ. ബട്ട് വൺ തിങ്, ഇനി ഈ പണി കൂടി കയറിപ്പോരും. കുമാർ, അത്യാവശ്യമാണ്. എനിക്കൊരു 1000 രൂപ വേണം. എന്തിനാ നിനക്ക് 1000 രൂപ? അതൊന്നും നീ പറയണ്ട, പരമരഹസ്യമാണ്. കുഴഞ്ഞല്ലോ, എന്റെ ഒറ്റ പൈസയില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചേ പറ്റൂ. വിഷമിക്കണ്ട, നമുക്ക് സംഘടിപ്പിക്കാം. വാ.